ഹായ് ഓൾ. അപ്പം 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ കാണാം, ഇന്ന് ട്രേഡൊന്നും എടുത്തില്ല. ഓർഡർ 0 ആണ്. പൊസിഷൻസിലും ട്രേഡൊന്നുമില്ല. അപ്പോൾ എടുക്കാത്തതിനുള്ള കാരണം ഇന്ന് ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി പ്രകാരമുള്ള ട്രേഡുകളൊന്നും എനിക്കിന്ന് കിട്ടിയില്ല. ഞാൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി സെറ്റപ്പ് വെച്ചിട്ടാണ്. ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുന്ന സമയത്താണ് ട്രേഡ് എടുക്കാറ്. ഇന്ന് രാവിലെ ഈ ഒരു ഏരിയയാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത്, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആയിട്ട്. അതെടുത്തു. രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ മേലെ തന്നെയാണ്. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ എനിക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയില്ല താഴത്തേക്ക് എൻട്രി എടുക്കാൻ. അതുകൊണ്ട് ആ ഏരിയ ഞാൻ എൻട്രി കൺസിഡർ ചെയ്തില്ല. പിന്നീട് പുതിയൊരു ലെവല് ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെയാണ്. ആ ലെവലിലെത്തുന്ന സമയത്ത് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്നും ട്രേഡ് എടുത്തില്ല. അങ്ങനെ ടോട്ടൽ ഇന്ന് ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ട്രേഡിങ്ങിൽ നമ്മളെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡൊന്നും കിട്ടാത്ത ദിവസം ട്രേഡ് എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞതും ഒരു സ്കില്ലാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 മണി വരെ മാർക്കറ്റ് നോക്കിയിരിക്കുകയാണ് ഇനി. അപ്പോൾ അത്രയും ടൈം ട്രേഡ് എടുക്കാണ്ട് നമ്മൾ മാർക്കറ്റിൽ തന്നെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു എൻട്രിയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രേഡും എടുക്കരുത്. അതേപോലെ തന്നെ സ്ട്രാറ്റജി പ്രകാരം പ്രോപ്പറായി എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ട്രേഡ് എടുക്കാൻ വേണം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ.